ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. +1 ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം ആയി കഴിഞ്ഞു. ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്, അപേക്ഷ കൊടുക്കാനുള്ള സമയം ആരംഭിക്കുന്നത് മെയ് 16-ാം തീയതി മുതലാണ്. മെയ് 25 വരെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ആയിരിക്കും. ആ രീതിയിൽ ഇങ്ങനെയുള്ള അക്ഷയ സെൻറ്ററുകളിൽ നിന്നും ഇൻ്റർനെറ്റ് കഫേകളിൽ നിന്നും ഫോമുകൾ വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. +1 അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കും. മാത്രവുമല്ല, +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പൺ പ്ലസ് എന്നാണ് ചാനലിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് അക്ഷയ സെൻറ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിൽ നിന്നോ ഒക്കെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിയിട്ടുണ്ടാവും. നിങ്ങളത് പൂരിപ്പിക്കുന്ന തിരക്കിലായിരിക്കും. ചില ആളുകൾ പൂരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പൂരിപ്പിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ കൊണ്ട് അവിടെ പകുതി നിർത്തി വെച്ച ആളുകളൊക്കെ ഉണ്ടാവും, അല്ലേ? ഏറ്റവും ആദ്യം നിങ്ങൾക്കിത് എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്നറിയില്ലെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലുമുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യുന്നത് മനസ്സിലാവും. അതിൽ കൊടുത്തിരിക്കുന്ന ഒഫീഷ്യലി ഉള്ള ഗവൺമെൻറ് ഇറക്കിയ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫോം, ഇപ്പോൾ അക്ഷയ സെൻറ്ററിൽ നിന്ന് വാങ്ങിയതായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വാങ്ങിയ ഫോം ആയിക്കോട്ടെ, ചിലപ്പോൾ ആ ഫോമിന് ചിലപ്പോൾ ചില ഡിഫറൻസൊക്കെ വ്യത്യാസങ്ങളൊക്കെ കാണും. ആ വ്യത്യാസം കണ്ട് നിങ്ങൾ ആരും എന്താ ഈ ചേഞ്ച് ഒന്നും കരുതണ്ട. ഈ ഫോമുകളൊക്കെ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇറക്കുന്ന ഫോമുകൾ മാത്രമാണ്. ഏത് ഫോമായാലും അവർ കളക്ട് ചെയ്യുന്നത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള നിങ്ങളുടെ ഡാറ്റകൾ മാത്രമാണ്. അല്ലാതെ അക്ഷയ സെൻറ്ററിൽ ഫോം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലേക്ക് ഫോം കൊണ്ട് കൊടുത്തിട്ടോ അല്ല നിങ്ങളുടെ +1 അപേക്ഷ നടക്കുന്നത്. നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ ഫോം കൊടുക്കുന്നു. ആ ഫോം നോക്കിയിട്ട് അവർ കമ്പ്യൂട്ടറിൽ ഓൺലൈനായിട്ട് ഈ കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നു. അതുകൊണ്ട് ഏത് ഫോമായാലും അതിലുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യാനുള്ള കാര്യം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ചില കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഗവൺമെൻറ് ഇറക്കിയ ഫോം ഇങ്ങനെയാണ്, അക്ഷയയുടെ വേറെ രീതിയിലാണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് ഫോമായാലും ഓക്കെയാണ്. പിന്നെ അക്ഷയയുടെ ഫോം ഒരു ബുക്ക് പോലെയാണ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സ്കൂൾ കോഡും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും കുട്ടികൾക്ക്. ഇതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അക്ഷയ സെൻറ്റർ വഴിയോ കമ്പ്യൂട്ടർ കഫേ വഴിയോ ഒരു ഫോം കൊടുത്ത ശേഷം അതിലൂടെയാണ് +1 അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓൺലൈനായിട്ട് ഈ അക്ഷയ സെൻറ്ററിലുള്ളവരും ഇൻ്റർനെറ്റ് കഫേകളിലുള്ളവരും ഇത് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പല കുട്ടികളുടെയും ധാരണ ആപ്ലിക്കേഷൻ ഫോം അക്ഷയയിൽ കൊടുത്തോട് കൂടിയിട്ട് ഞങ്ങൾ +1 അപേക്ഷ കൊടുത്തു എന്നാണ്. അങ്ങനെയല്ല. അക്ഷയ സെൻറ്ററിലുള്ളവർ പിന്നെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഡാറ്റകൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് ഓൺലൈനായിട്ട് എൻ്റർ ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം. അവിടെ അങ്ങനെ അവർ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരിക്കലും രജിസ്റ്റർ ചെയ്യില്ല. നിങ്ങൾ പേടിക്കേണ്ട. അക്ഷയ സെൻറ്ററുകാരൊക്കെ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതാണ്. അവർക്കിത് സ്ഥിരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അവരത് ചെയ്തോളും. എങ്കിലും നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാനും നിങ്ങളുടെ ഫോം ഓൺലൈനായിട്ട് കൊടുത്തു എന്നും നിങ്ങൾ ഉറപ്പ് വരുത്തണം. അവരുടെ കയ്യിൽ നിന്നും അവർ അപ്ലൈ ചെയ്ത ശേഷം ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. എല്ലാ വിവരങ്ങളും ഉൾപ്പെട്ട ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അതിലുണ്ടാവും നിങ്ങൾ കൊടുത്ത വിവരങ്ങളൊക്കെ ഒരു പ്രിൻ്റഡ് രൂപത്തിലുണ്ടാവും. നിങ്ങളത് വായിച്ച് നോക്കണം. എന്തെങ്കിലും ഡാറ്റകൾ തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അതും നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് തിരുത്താൻ സാധിക്കും. സോ അക്ഷയ സെൻറ്റർ വഴിയെ കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രിൻ്റ് ഔട്ട് ആദ്യം നിങ്ങൾ ഫോം കൊടുക്കുക. പിന്നീട് അവരത് ഓൺലൈനായിട്ട് ചെയ്ത ശേഷം അവരോട് പ്രിൻ്റ് ഔട്ട് തിരിച്ചു വാങ്ങുക. ചിലപ്പോൾ ആ ദിവസം തന്നെ അവർ തരില്ല, പിറ്റേന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തരൂ. ആ പ്രിൻ്റ് ഔട്ട് തിരിച്ചു വാങ്ങുക. ആ പ്രിൻ്റ് ഔട്ട് നോക്കിയിട്ട് ഡാറ്റകളൊന്നും തെറ്റിയിട്ടില്ല, നിങ്ങൾ കൊടുത്ത വിവരങ്ങളൊന്നും തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. അല്ലാതെ ആപ്ലിക്കേഷൻ ഫോം അവിടെ കൊടുത്തു കഴിഞ്ഞു എന്ന് കരുതി പോകരുത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടും സമർപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടും മക്കളെ. താങ്ക് യു. വീണ്ടും കാണാം.